ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ടോക്ക് സ്പീഡിന്റെ ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ആഗോളതലത്തിൽ തന്നെ വിപണി കൈയടക്കി വരുന്ന അമേരിക്കൻ പ്രൊഡക്റ്റുകളും സർവീസുകളും അനവധിയുണ്ടല്ലേ. ഓരോ അമേരിക്കൻ ബ്രാൻഡുകൾക്കും ലോകത്തെല്ലായിടത്തും തങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒരു മൊണോപ്പൊളി ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നതാണ് നിസ്സംശയം തന്നെ പറയാവുന്നതാണല്ലേ. മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ, ആൻഡ്രോയിഡ്, യൂട്യൂബ് തുടങ്ങിയ അമേരിക്കൻ ടെക് കമ്പനികളുടെ കാര്യം തന്നെ നമുക്ക് എടുക്കാം. ഇവയിൽ ഒന്നെങ്കിലും ഇല്ലാത്ത ഒരു ദിവസം പോലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവാൻ സാധ്യത കുറവാണ്. മാക്ഡൊണാൾഡ്സ്, കൊക്കക്കോള തുടങ്ങിയ അമേരിക്കൻ ബ്രാൻഡ് കമ്പനികൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത വിധം ഇടം നേടി കഴിഞ്ഞവയാണ് അല്ലേ. എന്നാൽ ഇതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമാണ് അമേരിക്കൻ കാർ ബ്രാൻഡുകളുടെ കാര്യം എന്ന് പറയുന്നത്. അമേരിക്കൻ കാർ ബ്രാൻഡുകളായിട്ടുള്ള ഷെവർലെ, ഫോർഡ് തുടങ്ങിയവയ്ക്ക് എന്തുകൊണ്ടാണ് ഇന്ത്യയിലും ലോകത്ത് മറ്റു രാജ്യങ്ങളിലും തങ്ങളുടെ കരുത്ത് തെളിയിക്കാൻ കഴിയാതെ പോയത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളിൽ നിന്നും അപ്രത്യക്ഷമായിട്ടുള്ള അത്തരം അമേരിക്കൻ കാർ ബ്രാൻഡുകളെ കുറിച്ചിട്ടാണ് ടോക്ക് സ്പീഡിന്റെ ഇന്നത്തെ വീഡിയോ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ത്യ, ജപ്പാൻ, റഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് എന്നീ രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിലുമാണ് അമേരിക്കൻ കാർ കമ്പനികൾ പ്രധാനമായിട്ടും ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ കാലക്രമേണ ഒരുപാട് ഡാമേജസും നഷ്ടങ്ങളും ഉണ്ടായതിനെ തുടർന്ന് ഇവയുടെ ബിസിനസ് കുറയുകയും ബിസിനസ് അവസാനിപ്പിച്ച് തിരിച്ചു മടങ്ങേണ്ടതായിട്ട് വരികയും ചെയ്തു. ലോകത്തെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി നമ്മുടെ ഇന്ത്യയുടേതാണ്. ഏത് കാലത്തും വാഹനങ്ങളെ ഇരു കൈകളും നീട്ടി സ്നേഹിക്കുന്ന വണ്ടി പ്രേമികളുടെ നാടാണിത്. എന്നാൽ അതേ ഇന്ത്യൻ മോട്ടോർ വിപണിയിൽ നിന്നാണ് ചുരുങ്ങിയ കാലയളവിൽ തന്നെ നിരവധി കാർ കമ്പനികൾ തിരികെ മടങ്ങിയത്. നമ്മളിൽ പലരും കരുതിയിരിക്കുന്നത് ഷെവർലെയും ഫോർഡും ഇന്ത്യയിൽ മാത്രമാണ് പരാജയപ്പെട്ടത് എന്നാണല്ലേ. എന്നാൽ അത് അങ്ങനെയല്ല കേട്ടോ. ചൈന, UAE, സൗത്ത് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലും ഇത്തരം കാർ കമ്പനികളുടെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. എല്ലായിടത്തും പേരിന് മാത്രമായിട്ട് കച്ചവടം ചുരുങ്ങിയിട്ടുമുണ്ടായിരുന്നു. ഇന്ത്യ ഉൾപ്പെടെ ലോകത്തെ ഏതാണ്ട് 80% രാജ്യങ്ങളിലും അമേരിക്കൻ കാർ ബ്രാൻഡുകളെ പരാജയപ്പെടുത്തിയ തെറ്റായ ആ ബിസിനസ് സ്ട്രാറ്റജി എന്തായിരിക്കും? മെയ് 2017 ജനറൽ മോട്ടോഴ്സ് ആഗോളതലത്തിൽ ഇന്ത്യ വിടുന്നതായിട്ട് പ്രഖ്യാപിച്ചത്. സെപ്റ്റംബർ 2020 ഇന്ത്യയിലെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ പോവുകയാണെന്ന് ഹാർലി ഡേവിഡ്സണും അറിയിച്ചു. സെപ്റ്റംബർ 2021 ഫോർഡ് മോട്ടോഴ്സ് ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകുമെന്ന് പ്രഖ്യാപിച്ചു. അവരുടെ നഷ്ടം ഏതാണ്ട് 200 കോടി കടന്നതിനെ തുടർന്ന് അവർ ഈ തീരുമാനത്തിലെത്തിയത്. പിന്നീട് ഇന്ത്യൻ വിപണിയിൽ കൂടുതൽ നിക്ഷേപം നടത്തില്ലെന്ന് ടൊയോട്ടയും അറിയിച്ചു. ഒരു സോളിഡ് കസ്റ്റമർ ബേസ് ഉണ്ടാക്കി എടുക്കുന്നതിലും മെച്ചപ്പെട്ട വിപണി വിഹിതം നേടിയെടുക്കുന്നതിനും ഈ കമ്പനി അമ്പേ പരാജയപ്പെട്ടു പോയിരുന്നു. ഷെവർലെയും ഫോർഡും അക്കാലത്ത് ആളുകൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട നിരവധി കാറുകൾ ഇന്ത്യയിൽ അവതരിപ്പിച്ചിരുന്നു. ഷെവർലെയുടെ ടവേരയും ഫോർഡിന്റെ ഐക്കണും, ഇക്കോസ്പോർട്ടും, എൻഡവറും ഒക്കെ അന്നത്തെ കാർ വിപണിയിൽ അവരുടെ സെഗ്മെന്റ്സിൽ തന്നെ വളരെയധികം പേര് നേടിയ കാറുകളായിരുന്നു കേട്ടോ. തുടക്ക കാലഘട്ടങ്ങളിൽ അമേരിക്കൻ കാർ കമ്പനികൾ ഇന്ത്യയിൽ അത്ര മോശമായിട്ടുള്ള പ്രകടനമൊന്നും ആയിരുന്നില്ല നടത്തിയിരുന്നത്. എന്നാൽ 2010 ശേഷം അവരുടെ കാറുകൾ മറ്റ് കാർ കമ്പനികളുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ ഔട്ട്ഡേറ്റഡ് ആയി മാറിയിരുന്നു. അമേരിക്കൻ ബ്രാൻഡുകൾക്ക് ഇന്ത്യൻ കാർ വിപണിയിൽ വലിയ താല്പര്യമില്ലെന്ന് തോന്നിക്കും വിധമായിരുന്നു ഇത്. ഇതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ഷെവർലെയുടെ വിൽപ്പന. ഒരു വശത്ത് മാരുതിയും ഹോണ്ടയും തങ്ങളുടെ മികച്ച സെഡാനുകൾ പുറത്തിറക്കി. അതിനകട്ടെ ധാരാളം പുതിയ ഫീച്ചറുകളും ഉണ്ടായിരുന്നു. കൊടുക്കുന്ന പണത്തിന് ശരിക്കും വാല്യുള്ള മോഡലുകളായിരുന്നു അവ. അതേസമയം തന്നെ മറുവശത്ത് ഷെവർലെയും ഇന്ത്യയിൽ ഒരു കാറ് പുറത്തിറക്കി. എന്നാൽ അതിനകട്ടെ മുടക്കുന്ന വിലയ്ക്ക് അനുസരിച്ച് കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്താൻ കഴിയാതെയും പോയി. ഇന്ത്യയിൽ ഇറങ്ങിയ ടാറ്റ നാനോയും പരാജയപ്പെടാനുള്ളൊരു കാരണം ഇത് തന്നെയായിരുന്നു. ഇന്ത്യയിൽ മാത്രമല്ല, ജപ്പാനിലെയും യൂറോപ്പിലെയും കാർ വിപണിയിലും അമേരിക്കൻ കാർ ബ്രാൻഡുകൾ സമാനമായ രീതിയിൽ ഇത്തരം പിഴവുകൾ വരുത്തിയിരുന്നു. 2020 വിറ്റഴിച്ച വാഹനങ്ങളിൽ 81% ഇരുചക്ര വാഹനങ്ങളായിരുന്നുവെന്ന് കണക്കുകൾ തെളിയിക്കുന്നുണ്ട്. ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ഇപ്പോഴും ലോവർ മിഡിൽ ക്ലാസ് ആളുകളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു കാർ വാങ്ങുന്നതും ഓടിക്കുന്നതുമെല്ലാം ഏറെ ശ്രമകരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കിയ ജാപ്പനീസ്, കൊറിയൻ കാർ നിർമ്മാണ കമ്പനികൾ മാരുതി 800, വാഗണർ, സാൻഡ്രോ, ഓൾട്ടോ പോലുള്ള ചെറിയ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാറുകൾ വിപണിയിൽ ഇറക്കി വളരെ വേഗത്തിൽ ജനപ്രീതി നേടിയെടുത്തു. എന്നാൽ അതേ സമയത്ത് ഫോർഡും ഷെവർലെയും മോണ്ടിയോ, എൻഡവർ, ഒപ്റ്റ തുടങ്ങിയ മോഡലുള്ള കാറുകൾ പുറത്തിറക്കിയിരുന്നു. അവയുടെ മെയിൻ്റനൻസും ഇന്ധന ഉപയോഗവും വളരെ കൂടുതലായിരുന്നു. ഇത് മാത്രമല്ല, വിലയുടെ കാര്യത്തിലും ഇവ ഒട്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒന്നും ആയിരുന്നില്ല. ഇന്ത്യയിൽ മാത്രമല്ല, ജപ്പാനിലെയും യൂറോപ്പിലെയും കാർ വിപണിയിലും അമേരിക്കൻ കാർ ബ്രാൻഡുകൾ സമാനമായ രീതിയിൽ ഇത്തരം പിഴവുകൾ വരുത്തി. എന്തുകൊണ്ടാണ് അവർ ജപ്പാനീസ് വിപണിയിൽ പരാജയപ്പെട്ടത് നമുക്ക് നോക്കാം. ജപ്പാനിലെ 90% കാറുകളും ജാപ്പനീസ് കാർ നിർമ്മാണ കമ്പനികളുടേത് തന്നെയാണ്. ബാക്കി 10% വരുന്നതാട്ടെ യൂറോപ്പിൽ നിന്നും ഇറക്കുമതി ചെയ്ത കാറുകളുമാണ്. എന്നാൽ ജപ്പാനിൽ ഈ ബാക്കി വന്ന 10% പോലും തങ്ങളുടെ സ്ഥാനം നേടാൻ അമേരിക്കൻ കമ്പനികൾ കഴിഞ്ഞില്ല. വാസ്തവത്തിൽ ജാപ്പനീസ് ആഭ്യന്തര കാർ വിപണിയിൽ കാറുകളുടെ ഒരു വലിയ ട്രെൻഡ് നിലനിൽക്കുന്നുണ്ട്. 600 cc എഞ്ചിനേക്കാൾ വലിയ എഞ്ചിൻ ഇല്ലാത്തതും 3.6 മീറ്ററിൽ താഴെ മാത്രം നീളമുള്ളവയായിരുന്നു ഈ കാറുകൾ എന്ന് പറയുന്നത്. ഈ കാറുകൾ നിർമ്മിക്കുന്നതിലൂടെ സർക്കാർ നികുതിയിൽ നിന്ന് വലിയ രീതിയിൽ തന്നെ മുക്തി നേടി. ജപ്പാനിൽ ഈ കാറുകൾ വളരെ ജനപ്രിയമാണ് കേട്ടോ. കാരണം വളരെ ഇടുങ്ങിയതും ജനസാന്ദ്രത വളരെ
കൂടുതലുമുള്ള ജപ്പാനിലെ റോഡുകൾക്ക് ഇണങ്ങുന്ന തരത്തിലായിരുന്നു കീ കാറുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അവിടുത്തെ റോഡുകളുടെ ഈ പ്രത്യേകതകൾ കാരണം ജപ്പാനിലെ നഗരങ്ങളിൽ പാർക്കിംഗ് സ്ഥലം ലാഭിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. കീ കാറുകൾ ഇത്തരം പാർക്കിംഗ് പ്രശ്നങ്ങൾക്ക് ഒരു ഉത്തമ പരിഹാരമായിരുന്നു. അവിടുത്തെ ഇടുങ്ങിയ റോഡുകളിൽ ഈ കാറുകൾ കൈകാര്യം ചെയ്യാനും വളരെ എളുപ്പവുമായിരുന്നു. ജപ്പാനിലും പെട്രോൾ വില വളരെ കൂടുതലായതിനാൽ ഈ കാറുകളിൽ നിന്ന് അവിടെയുള്ള ആളുകൾക്കും മികച്ച ഇന്ധനക്ഷമത ലഭിക്കാൻ കഴിഞ്ഞു. ഇനി കാര്യത്തിലേക്ക് വരാം. ഫോർഡിന്റെ ഏറ്റവും ചെറിയ കാറ് ഫോർഡ് ഫോക്കസ് ആയിരുന്നു. എന്നാൽ ആ ചെറിയ കാറിന്റെ വലിപ്പമാകട്ടെ ഒരിടത്തരം ഹാഷ് ബാഗിനേക്കാൾ വലുതും. ജാപ്പനീസ് കാർ വിപണിയിൽ കീ കാറുകൾ 40% ആധിപത്യം പുലർത്തുന്നുവെന്ന് അവർക്ക് അറിയാമെങ്കിലും അവർ അമേരിക്കയിലും യൂറോപ്പിലും വിൽക്കുന്ന അതേ കാറുകൾ അവിടെയും പുറത്തേക്ക് നോക്കി. ഇത് കൂടാതെ ജപ്പാനിൽ അമേരിക്കൻ കാറുകളുടെ പരാജയത്തിന് മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. അത് പൊതുവെ വിപണിയിൽ അവരുടെ വിശ്വാസ്യതയെക്കുറിച്ചുള്ള മോശം അഭിപ്രായം കൂടിയായിരുന്നു. ഇന്ത്യക്കും ജപ്പാനും പുറമെ യൂറോപ്യൻ കാർ വിപണിയിലും അമേരിക്കൻ കാർ കമ്പനികൾക്ക് വലിയ നഷ്ടം നേരിടേണ്ടി വന്നു. പ്രത്യേകിച്ച് ഷെവർലെ ഇതിൽ ഒരുപാട് കഷ്ടപ്പെട്ടു. 250 വർഷത്തിലേറെ പഴക്കമുള്ള യൂറോപ്യൻ കാർ ബ്രാൻഡുകളാണ് ഓപ്പലും വോക്സാളും. 100 വർഷം മുമ്പ് ഇത് GM സ്വന്തമാക്കി. ഈ രണ്ട് കാർ ബ്രാൻഡുകൾക്കും യൂറോപ്പിൽ GM സേവനം നൽകിയിരുന്നു. എന്നാൽ കഴിഞ്ഞ 20 വർഷമായിട്ട് ജനറൽ മോട്ടോഴ്സ് നഷ്ടത്തിലാണ്. അങ്ങനെ 2017 ഈ രണ്ട് ബ്രാൻഡുകളും PSA ഗ്രൂപ്പിന് വിറ്റു. പ്യൂഷോ, സിട്രോൺ തുടങ്ങിയ കാർ കമ്പനികളും ഇതിൽ ഉൾപ്പെടുന്നു. അമേരിക്കൻ കാർ കമ്പനികളുടെ അതേ രീതിയിൽ ഈ ബ്രാൻഡുകൾ പ്രവർത്തിപ്പിക്കാൻ GM ശ്രമിച്ചതായിട്ടും വിശ്വസിക്കപ്പെടുന്നു. യൂറോപ്പിൽ മിക്കവാറും എല്ലാ കാർ ബ്രാൻഡുകളും അവയുടെ മൊത്തത്തിലുള്ള ബിൽഡ് ക്വാളിറ്റിക്കും ആഡംബര ആകർഷണത്തിന് പേരുകിട്ടവയാണ്. എന്നാൽ ഈ രണ്ട് കാർ ബ്രാൻഡുകളും യൂറോപ്യനായി ഒട്ടും സാമ്യം തോന്നിയില്ല. അമേരിക്കൻ കാർ നിർമ്മാതാക്കൾ അവരുടെ മുതലാളിത്ത ചിന്തകൾ ഈ രണ്ട് ബ്രാൻഡുകളിലും അടിച്ചേൽപ്പിച്ചിരുന്നു എന്നതാണ് ഇതിനുള്ള ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത്. ഓപ്പൽ ഒരു ജർമ്മൻ ബ്രാൻഡാണ്. ഇതിലെ കാറുകളുടെ നിർമ്മാണ ചെലവ് കുറയ്ക്കുന്നതിനായിട്ട് മുൻനിര മാനേജർമാരെ GM തെരഞ്ഞെടുത്തു. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു മാനേജർ നിർമ്മാണ ചെലവ് 3% വരെ കുറച്ചു എന്ന് കരുതുക. അയാൾക്ക് സ്ഥാനക്കയറ്റം നൽകുകയും മറ്റൊരു സ്ഥാനത്തേക്ക് അയക്കുകയും ചെയ്യുമായിരുന്നു. അയാൾക്ക് പകരം മറ്റൊരു മാനേജറെയും നിയമിച്ചിരുന്നു. ഓപ്പലിന്റെയും സർക്കുലേഷനിൽ GM ഇത് പലതവണ ചെയ്തു. ഇക്കാരണത്താൽ തന്നെ അവരുടെ കാറുകളുടെ നിർമ്മാണ ചെലവ് വളരെ കുറഞ്ഞു. എന്നാൽ മറുവശത്ത് അതിനോടൊപ്പം തന്നെ അവയുടെ ഗുണനിലവാരവും വിശ്വസതയും വളരെ കുറഞ്ഞു. അതുകൊണ്ടാണ് ഏകദേശം 20 വർഷത്തെ നഷ്ടത്തിന് ശേഷം GM ഈ രണ്ട് ബ്രാൻഡുകളും PSA ഗ്രൂപ്പിന് വിറ്റത്. എന്നാൽ ഞെട്ടിക്കുന്ന കാര്യം ഏകദേശം 2 വർഷത്തിന് ശേഷം ഈ രണ്ട് ബ്രാൻഡുകളിൽ നിന്നും PSA ഗ്രൂപ്പ് വീണ്ടും വലിയ ലാഭം നേടിയെടുത്തു എന്നതാണ്. അമേരിക്കൻ കാർ കമ്പനികൾക്ക് മറ്റൊരു വലിയ പ്രശ്നമുണ്ട്. GMഉം ഫോർഡും അവരുടെ ഹോം മാർക്കറ്റിൽ ഡിസൈൻ ചെയ്യുന്ന കാറുകൾക്ക് മറ്റ് രാജ്യങ്ങളിൽ വിൽക്കുന്ന കാറുകളെക്കാൾ ശരാശരി 2 മുതൽ 3 മടങ്ങ് വരെ വലുതാണെന്നതായിരുന്നു അത്. ഇന്ത്യ, ജപ്പാൻ, യൂറോപ്പ് എന്നിവിടങ്ങളിൽ മിക്ക കമ്പ്യൂട്ടർ കാറുകളിലും 1 മുതൽ 2000 cc വരെ എഞ്ചിനുകളുണ്ട്. എന്നാൽ ഈ അമേരിക്കൻ കാറുകളിലെ എഞ്ചിനുകളാകട്ടെ 3000 cc ആരംഭിച്ച് 6 മുതൽ 7000 cc വരെ പോകുന്നവയാണ്. അങ്ങനെയുള്ളതും ഇവയുടെ ഒരു ന്യൂനതയാണ്. സാധാരണ പിക്കപ്പ് ട്രക്കുകളുടെയും SUVകളുടെയും കാര്യമാണ് ഇത്. പൊതുവെ ഇപ്പോൾ വലിപ്പമുള്ള അമേരിക്കൻ കാറുകൾ ഇന്ത്യൻ പോലുള്ള രാജ്യങ്ങളിൽ പ്രായോഗികമല്ലാത്തതിനാൽ അവർ ഇതിനകം തന്നെ US വിപണിയിൽ വിൽക്കുന്ന ചെറു കാറുകൾ തന്നെ പുറത്തിറക്കുന്നു. ഇവയ്ക്കാകട്ടെ R&D കോസ്റ്റ് വളരെ കൂടുതലുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കാർ വിപണിയിൽ ഫോർഡിന് അതിന്റെ എതിരാളികളെക്കാൾ ഉൽപ്പന്നങ്ങൾ കുറവായിരുന്നു. ജാപ്പനീസ് കൊറിയർ കാർ നിർമ്മാതാക്കൾ അവരുടെ സ്വന്തം രാജ്യങ്ങളിലും മറ്റു രാജ്യങ്ങളിലും വിൽക്കുന്ന അതേ കാറുകൾ തന്നെ ഇന്ത്യയിൽ അവതരിപ്പിക്കും. അതേ കാർ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് അവർ കോസ്റ്റ് കട്ടിങ് നടത്തും. അതുകൊണ്ട് അവരുടെ ഒരു കാറിനും വീണ്ടും R&D ചെയ്യേണ്ടതില്ല. അമിതമായിട്ട് ഈടാക്കിയ നികുതിയാണ് അമേരിക്കൻ കാർ കമ്പനികളുടെ പരാജയത്തിന് പിന്നിലെ മറ്റൊരു പ്രധാന കാരണമെന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്ക ഏറ്റവും കൂടുതൽ കോഴിയിറച്ചി ഉൽപ്പാദിപ്പിക്കുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്തിരുന്നു. അവർ തങ്ങളുടെ കോഴികളെ യൂറോപ്പിലേക്ക് വലിയ അളവിൽ കയറ്റുമതി ചെയ്തിരുന്നു. അമേരിക്കയിൽ നിന്ന് വരുന്ന കോഴികളുടെ ഇറക്കുമതി കുറയ്ക്കാനും ജർമ്മനിയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുമായിട്ട് അമേരിക്കൻ ചിക്കൻ ഇറക്കുമതിക്ക് കനത്ത നികുതി ചുമത്തി. ഇതിന്റെ പ്രതികാരമായിട്ട് അമേരിക്ക യൂറോപ്പിനെതിരെ വ്യാപാര യുദ്ധം തുടങ്ങി. അവിടെ നിന്ന് വരുന്ന സാധനങ്ങൾക്ക് കനത്ത നികുതിയും ചുമത്തി. ഇതിൽ പിക്കപ്പ് ട്രക്കുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തൽഫലമായിട്ട് US വന്നിരുന്ന VMന്റെ ലൈറ്റ് പിക്കപ്പുകളുടെ വിൽപ്പന അമേരിക്കയിൽ പതുക്കെ കുറയുകയും വരും വർഷങ്ങളിൽ അവസാനിക്കുകയും ചെയ്തു. അവിടെയുള്ളവർ സ്വന്തമായിട്ട് പിക്കപ്പ് ട്രക്കുകൾ വാങ്ങാൻ തുടങ്ങി. ഇത് കൂടാതെ 80കളിലെ ജാപ്പനീസ് കാറുകളുടെ വിൽപ്പന US വളരെയധികം വർദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ അവിടെയുള്ള ജാപ്പനീസ് കാറുകളുടെ ഇറക്കുമതി അമേരിക്കയും നിർത്തി. ഈ നിരോധനങ്ങളിലൂടെയും നികുതികളിലൂടെയും അമേരിക്കൻ കാർ കമ്പനികൾ എക്കാലവും ലോകത്തിലെ 2ാമത്തെ വലിയ കാർ വിപണി ഭരിച്ചു. അമേരിക്കൻ കാർ ബ്രാൻഡുകൾ മറ്റു രാജ്യങ്ങളിൽ നഷ്ടം നേരിടുമ്പോഴെല്ലാം തങ്ങളുടെ ഏറ്റവും മികച്ചത് നൽകാതെ രാജ്യം വിടുന്നതിന് ഇതും ഒരു കാരണമായി. US ഏതെങ്കിലും കാർ ബ്രാൻഡ് ഗണ്യമായിട്ട് വളരുകയാണെങ്കിൽ
വ്യാപാര നികുതി ചുമത്തി US സർക്കാർ അവരെ രക്ഷിക്കുമെന്നും അവർക്കറിയാം. എന്നാൽ ടൊയോട്ട ഇപ്പോൾ US-ലെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളായി മാറിയിരിക്കുന്നു. നിയന്ത്രണങ്ങൾ കാരണം അവർ അവിടെ സ്വന്തം കാർ ഫാക്ടറികൾ സ്ഥാപിച്ചു. എന്നാൽ ഈ നിയന്ത്രണങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ടൊയോട്ട US-ൽ വളരെ വലിയ ഓഹരി എടുക്കുമായിരുന്നു. 2021 ഏറ്റവും കൂടുതൽ കാറുകൾ വിൽക്കുന്ന കാർ കമ്പനിയായി ടൊയോട്ട മാറിയിരുന്നു. ഇത് ഒരു ചെറിയ കാര്യമായിരുന്നില്ല. അമേരിക്കൻ കാർ കമ്പനികളുടെ ചരിത്രത്തിന് ഏതാണ്ട് 100 വർഷത്തിലേറെ പഴക്കമുണ്ട്. മിക്കവാറും എല്ലാ കമ്പനികൾക്കും ഏറെക്കുറെയൊക്കെ പരാജയങ്ങൾ നേരിടേണ്ടി വരും. റെനോ, നിസാൻ, സ്കോഡ, VW തുടങ്ങിയ വർഷങ്ങളായിട്ട് ഇന്ത്യയിൽ വിൽപ്പന കുറവായതിനാൽ നഷ്ടം സഹിക്കുന്ന കമ്പനികളാണ്. എന്നാൽ അവർ ഒരിക്കലും ഇവിടെ നിന്ന് തോറ്റു മടങ്ങിയില്ല. അവർ ഇന്ത്യക്ക് ആവശ്യമായ കാറുകൾ പുറത്തിറക്കുകയും അവരുടെ വിൽപ്പന വീണ്ടും വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇതിന് ശ്രമിക്കാതെ അമേരിക്കൻ കാർ കമ്പനികൾ മിക്കവാറും ഇന്ത്യ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും മടങ്ങിപ്പോയതും അമേരിക്കൻ കാർ കമ്പനികളുടെ പരാജയത്തിന് വഴിതെളിച്ചു. അപ്പോൾ ടോപ്പ് സ്പിന്നിന്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺ.